ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് മസാല ഇഡ്ഡലി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് ഇഡ്ഡലി അറിയൂ. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. അത് ഏത് ഷേപ്പിൽ ചെറുങ്ങനെ വലുതാ കട്ട് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇപ്പം ഞാനെടുത്ത ഒരു 5-6 ഇഡ്ഡലി ഉണ്ട്, 6-7 ഇഡ്ഡലി ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ആയിട്ടെല്ലാം കട്ടാക്കാം. ഇതുപോലെയായി കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചപ്പ്. സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്യാമോ. നീളത്ര എങ്ങനെ ചെറിയതായി കട്ടാക്കിയാൽ മതി. കുറച്ച് മല്ലിച്ചപ്പുണ്ട്, അത് വേപ്പില്ല, അത് വേണ്ട കട്ടാക്കുന്നത്, അത് വെക്കാം. മല്ലിച്ചപ്പ് കുറച്ചുള്ളത്, കുറച്ച് മതി. ജസ്റ്റ് ഇങ്ങനെ ചെറുങ്ങനെ കട്ടാക്കാം നമ്മ. സവാള ഇതെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിന്. ഒരു പച്ചമുളകെല്ലാം കട്ടാക്കി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉഴുന്ന്, കടുക് എല്ലാം ഒരു ചട്ടി വെച്ചിന്. ചൂടായിട്ടാകുമ്പോൾ തേങ്ങ എണ്ണ ഒഴിക്കാം. തേങ്ങ എണ്ണ നല്ല കുറച്ച് ചൂടാവട്ട്. ചൂടായ ശേഷം കുറച്ച് കടുക് ഇടാം. കടുക് ഇട്ടിട്ട് അത് പൊട്ടട്ടെ. കുറച്ച് കടുകൊക്കെ പൊട്ടിക്കൊണ്ട് സാധാരണ പൊട്ടി. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം. അത് കുറച്ച് കളർന്ന് മാറും, അതുവരെ അവിടെ വെക്കണം. മിക്സ് ആക്കാം കുറച്ച്. ഇതിലേക്ക് കരിവേപ്പില ഇടാം. മിക്സ് ആക്കാം. കുറച്ച് ഇളക്കിയാൽ മതി. അതിനുശേഷം പച്ചമുളക് ഇടാം. പച്ചമുളക് കുറച്ച് ചൂടാവട്ടെ. അതിനുശേഷം സവാള ഇടാം. എല്ലാം ഇടാം. മിക്സ് ആക്കാം. നല്ലപോലെ മിക്സ് ആക്കുന്നില്ല, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചെങ്കിൽ അങ്ങനെ മിക്സ് ആക്കാം. തക്കാളി ചേർക്കാൻ, തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് മിക്സ് ആക്കാം. കുറച്ച് വെന്തോടെയായിട്ട് തക്കാളി, അതിന് വേണ്ടി ഇങ്ങനെ മിക്സ് ആക്കാം. മിക്സ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സ് ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് ഇനി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത് 3 ചേർത്തിട്ട് മിക്സ് ആക്കണം. ഉപ്പ് കുറച്ചിട്ടെങ്കിൽ മതി. സവാള തക്കാളിക്കെല്ലാം കൊള്ളുന്ന അത്ര മതി. എന്ന് പറഞ്ഞെങ്കിൽ ഇഡ്ഡലിക്ക് ഉപ്പിട്ടതാണ്, ഉപ്പിട്ടിട്ട് ഇഡ്ഡലി ആക്കിയതാണ്. ഇതിന് കുറച്ചിട്ടാൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്.
കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് പൊടി ഇട്ടിട്ട് കുറച്ച് ഇളക്കണം, പിന്നെ വെള്ളം ഒഴിക്കണം. പിന്നെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം. മുളക് പൊടി കട്ടകെട്ടായി ഇതായി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളവന്ന് ഇതിലേക്ക് അപ്പം നോക്കാം ഉപ്പ് മതിയാണ് ടേസ്റ്റ് ചെയ്തിട്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി ഇടാം. എന്നിട്ട് മിക്സ് ആക്കാം. നല്ലപോലെ മിക്സ് ആക്കണം. ഗ്യാസ് സ്റ്റൗ അപ്പോൾ കുറച്ച് ചെറുതാക്കണം, സിമ്മാക്കണം. നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കണം. മിക്സാക്കി റെഡിയായി. നമുക്ക് ഇഡ്ഡലി മസാല റെഡിയായി. ഇതിലേക്ക് ഇനി മല്ലിച്ചപ്പല ബാക്കിയുണ്ടായല്ല, അത് ഇടാം. മല്ലിച്ചപ്പല ഇടാം, നല്ല മണം വരുന്നു. മല്ലിച്ചപ്പല ഇട്ട് റെഡി. ഇഡ്ഡലി മസാല റെഡി. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റ് എല്ലാം ചെയ്യണേ. ഞാൻ എൻ്റെ കുട്ടികൾ കൊടുത്തിട്ട് കാണിക്കാൻ, ഞാൻ ഇല്ലെങ്കിൽ പറയില്ലേ. കുട്ടികളെ കൊടുത്തു. മോള് പറയുന്നുണ്ട് സൂപ്പർ. ഉണ്ടാക്കിയിട്ടാകുമ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുത്തതാണ്. അവർക്ക് കഴിച്ചോട്ട് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഓക്കെ, ബൈ.